പൊളിയായിരുന്നു, വൈബായിരുന്നു. ഞാൻ ഈ ഒറ്റക്ക് വന്നത് യാത്രാനന്ദയുടെ വിധിയാണ്. ഇനിയുള്ള യാത്രയിലും നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്തായാലും യാത്രാനന്ദയായിരിക്കും. അപ്പൊ അത്ര തൃപ്തിയാണ് യാത്രാനന്ദ. ഇനി പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യാത്രാനന്ദ തന്നെയായിരിക്കും. വളരെയധികം കംഫർട്ടബിൾ ആണ്. ഹോട്ടൽ ഫെസിലിറ്റീസ് അതേ സ്റ്റാൻഡേർഡിലാണ് തരുന്നത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും നമുക്ക് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഫസ്റ്റ് പ്രിഫറൻസ് യാത്രാനന്ദയായിരിക്കും. ഈ റേറ്റ് കണ്ടിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് ആയിരുന്നു. അതിനനുസരിച്ചിട്ട് ഈ ഫുഡായാലും അക്കോമഡേഷൻ ആയാലും ഫാർ ബെറ്റർ ആയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടൂർ ഗൈഡായാലും അതുപോലെ തന്നെ ടൂർ മാനേജർ ആയാലും എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ട്രിപ്പ് ഡീൽ ചെയ്തു. വളരെയധികം ഹാപ്പിയാണ് ഈ ഒരു ട്രിപ്പിൽ. ഇനി ഒരു അടുത്ത ട്രിപ്പ് പോകുമ്പോഴും ഇതേ ഗ്രൂപ്പിന്റെ കൂടെ തന്നെ പോകണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതെ, ഇതേ മാനേജറും തന്നെ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ട്രിപ്പ് പോവുകയാണെങ്കിൽ ആദ്യം മനസ്സിൽ വരുന്നത് യാത്രാനന്ദ തന്നെ ആയിരിക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി പറഞ്ഞാലും പോരാ, തീരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഒരു വിധത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ രീതിയിൽ ബഡ്ജറ്റിൽ കുറച്ചതുകൊണ്ട് ഫുഡിലോ താമസത്തിലോ ഒന്നിലും ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. അടിപൊളി ട്രിപ്പായിരുന്നു. സന്തോഷമാണ്. പിന്നെ ഞാനും ഇതേപോലെ ഒറ്റക്കാണ് വന്നത്, ആരും ഇല്ലാതെ. പിന്നെ ശ്രുതിനെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു ഹർ ആൻഡ് ടു യാത്രാനന്ദ ഓൾസോ. പിന്നെ ഇനി വരുവാണെങ്കിൽ എന്റെ ഫാമിലിയും കൂട്ടിയിട്ട് വരണമെന്ന് എന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ഡെയിലി അമ്മയുടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അടിപൊളിയാണ്, മതി